കുട്ടി രാമുവിനെ രാമാന്നാ വിളിക്കുക. അവന്റെ അമ്മയും മുത്തശ്ശിയും മാത്രം അങ്ങനെ വിളിച്ചിരുന്നുള്ളേ. മുത്തശ്ശി അല്ലേ? ദേവക മുത്തശ്ശി. അതെ, രാമൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എവിടെ? ചീഫ് എഞ്ചിനീയറായിട്ട് പ്രമോഷൻ കിട്ടിയപ്പോ ഗംഗാജലം ചോന്നുകൊണ്ട് അവിടെ കൊണ്ടുപോയി തളിച്ച് പൊങ്ങച്ചം കാണിച്ചു. അല്പൻ ഐശ്വര്യം വന്ന അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെ പത്രക്കാർ കണ്ടു, വാർത്തയാക്കി, നാണക്കേടായി. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കിയതേ അകത്തിരിക്കുകയാണ്. ഇതാരാ? കൊടുക്കുന്ന കൈക്ക് കടിക്കുന്ന ജന്തു. കടിജന്തു നകുലെണ്ണം പോതിരി. അടുക്കളക്കാരനെന്നും വിളിക്കും. കുട്ടി രാമന്റെ കൂടെ പഠിച്ചാണോ? ഞാൻ രാമന്റെ ജൂനിയർ ആയിരുന്നു. എടാ ശങ്കുവേ, ചെക്കന്റെ കൂട്ടുകാരി വന്ന് നിൽക്കുന്നടാ. കൂട്ടുകാരി എന്നാണോ രാമൻ എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്? എന്താ കൂട്ടുകാരി അല്ലയോ? അത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അവന്റെ അച്ഛനെ അറിയൂ. അളകനന്ദ അളകനന്ദ. അമ്മ അങ്ങനെ എന്തും കാണാതെ പഠിക്കും. ഭയങ്കര ബുദ്ധിയാണ്. ഞാൻ അളകനന്ദ, ഒരു ബ്രിട്ടീഷ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. കുട്ടി എത്ര ദിവസം ഇവിടെ ഉണ്ടാവും? തീരുമാനിച്ചിട്ടില്ല. ഈ സൈഡിൽ 2 മുറികളുണ്ട്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. രാമുവിന്റെ മുറി അവിടെ തന്നെയാണ്. ഇപ്പൊ കുളിക്കുകയോ വേഷം മാറുകയോ എന്താ വെച്ചാവാം. ഈ വന്ന കുട്ടി ജാതിയിൽ എന്തായിരിക്കും? നമ്പൂതിരിയാകാൻ വഴിയില്ല. അതെന്താ? നിന്റെ കൂട്ട് അശ്രീകര ലക്ഷണം ഇല്ലാത്തത് കൊണ്ടാണോ? മോന്റെ കൂട്ടുകാരി എന്ന് പറയുമ്പോ ജാതിയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ? അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഇപ്പൊ തന്നെ ഒരു ജാതി പ്രശ്നം ആളെ കത്തിക്കൊണ്ടിരിക്കുക. അമ്മ ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നവും ഉണ്ടാക്കണ്ട. നിനക്ക് അടുക്കള ജോലിയൊന്നുമില്ലേ? അടുക്കളയിലെ ചീഫ് എഞ്ചിനീയർ ഞാനാ. അറിയാവോ? എന്റെ അച്ഛൻ ആരായിരുന്നെന്ന് അമ്മയ്ക്ക് അറിയാവോ? നിനക്ക് ഉറപ്പില്ലാത്ത കാര്യം എങ്ങനെയാണോ ഞാൻ അറിയുന്നത്? അതെ. ശങ്കരൻ തമ്പി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നു പോയല്ലോടാ. എന്താമേ? കോമളനും നിരുപമയും വരുന്നത് രാമുവിന്റെ ശാലിനിയുടെ കല്യാണം ഏറെക്കുറെ തീരുമാനിച്ച. അവൾ അവന്റെ മുറപ്പെണ്ണല്ലേ? മാത്രമല്ല ആ വിവാഹം നമ്മൾ നേരത്തെ നിശ്ചയിച്ചല്ലേ? വിലാസിനി എനിക്ക് മുറയായിരുന്നു. രാമുവിനെ കൊണ്ട് ശാലിനിയെ കെട്ടിക്കാനാ അവര് വരുന്നത്. അതിനിപ്പോ എന്താ തടസ്സം? ഈ മാനക്കേടൊക്കെ മാറ്റേണ്ടത് ആ ചടങ്ങിലൂടെ ആയിരിക്കണം. നമ്മുടെ കുടുംബത്തിന്റെ നിലയും വിലയും 4 ആളെ അറിയിക്കണം. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഒരു എതിർപ്പുമില്ല. ഈ വന്ന കുട്ടിയെ പറ്റി നിനക്കെന്താ അഭിപ്രായം? വല്ല ഡിങ്കോളിഫിക്കേഷൻ വേണോന്നല്ലേ? എന്തിനാ പോത്തെ? ജാതിയിൽ എന്തായിരിക്കും? അളകനന്ദ എന്ന വാക്കിന് അർത്ഥം അറിയോ നിനക്ക്? പിന്നെ വായനക്കാരി, നല്ല വായനക്കാരി. എന്താടാ പറയുന്നത്? ടിവിയിലൊക്കെ വാർത്ത വായിക്കുന്ന ഒരു പെണ്ണിന്റെ പേര് അളകനന്ദയെന്ന്. ഗംഗ ഉത്ഭവിക്കുന്നത് എവിടുന്ന? അത് ശരി. ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വരട്ടാമെന്ന് കരുതിയല്ലേ? ഇവിടെ പുറംപണിക്ക് നിൽക്കുന്ന ശിവരാമന്റെ മോള് ഗംഗയാണെങ്കിൽ അവൾ ഉത്ഭവിച്ചത് ശിവരാമന്റെ ഭാര്യ ശാരദയുടെ വയറ്റിന്ന്. എടാ, ശിവരാമന്റെ മോടെ കാര്യമല്ല, പിന്നെ ഗംഗാ നദി. അങ്ങനെ ചോദ്യം. ഗംഗാ നദി ഉത്ഭവിക്കുന്ന എവിടുന്നാ? ഹിമാലയത്തിന്റെ നെറുകയിൽ നിന്ന്. അല്ലാതെ അമ്മയുടെ നെറുകെ നല്ലല്ലോ. സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പേരാ അളകനന്ദ. അത് ശരി. അപ്പൊ ഈ ഗംഗ മോശം പുള്ളിയല്ല. സ്വർഗത്തിലൂടെ നരകത്തിലൂടെ മാത്രമേ ഈ ഗംഗ ഒഴുകത്തുള്ളൂ? അല്ല, പിന്നെ ഭൂമിയിലൂടെ ഒഴുകുന്നുണ്ട്. അയ്യോ, അതിന്റെ പേരെന്തെന്നറിയോ? വൈതരണി. അല്ല പിന്നെ. സ്വർഗഗംഗയുടെ പേര് മകൾക്കിടണമെങ്കിൽ മാതാപിതാക്കള് വിവരമുള്ളവരായിരിക്കും. എനിക്ക് സംശയിക്കണ്ട, ആ കൊച്ചു നമ്പൂതിരി തന്നെ. എന്നിട്ടെന്താ നിനക്ക് വിവരമില്ലാതായി പോയത്? അയ്യോ, അത് സഹവാസ ദോഷം കൊണ്ട്. നിനക്ക് നമ്പൂരിയായി ജനിക്കാമെങ്കിൽ ലോകത്താർക്കും നമ്പൂരിയായി ജനിക്കാം. കോമള്ളനാന്ന് തോന്നുന്നു. അങ്ങനെ വന്നാലേ എനിക്കൊരു സമാധാനമുള്ളു. ഓ രാമോ, കണ്ടിട്ട് ഏത് സമയത്ത് യാത്ര? കല്യാണം
തുളസിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ചോക്കോബാർ. കല്യാണ തീയതി തീരുമാനിച്ചുകൊണ്ട് അമ്മാവനും അമ്മായിയും വരുന്നു. ശാലിനിയുടെ എക്സാം കഴിഞ്ഞടാ. അച്ഛൻ എവിടെയോ ഉണ്ട്. നന്ദ എവിടെ? ആളകനെന്താ? എടാ രാമ, ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും പലതും കാണാം. പിള്ളേരെ കൊണ്ടാകുന്നത് അവര് ചെയ്തു. അമ്മ ഇങ്ങനെ കൊതുക്കറ കൊടുത്തിട്ട് എന്തോ കാര്യം? രാമുവേ, എന്താടാ ഇതൊക്കെ? അയ്യേ, ഉമ്മ വെച്ചത് കണ്ടില്ലേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. മുത്തശ്ശി, അത് അവിടെ ഇംഗ്ലണ്ടിലായിരുന്നു. കുറ്റം പറയാനൊക്കെ ഉമ്മ വെച്ച് പോകും. പക്ഷെ ആ കൊച്ചു കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നത് ഇതിനായിരുന്നു. നീ എപ്പോ എത്തിയടാ? വന്നു, ഒരു നോൺ ഷോയും കഴിഞ്ഞു. എനിക്കൊരു ചായ വേണമായിരുന്നു. നടക്കുവോ? ചായ നടക്കത്തില്ല, ഞാൻ നടക്കും അടുക്കളയിലോട്ട്. എന്നെ ഈ പാവപ്പെട്ട കിളവിയെയൊക്കെ കൊതിപ്പിച്ചിട്ട് ചായ വേണമെന്ന്. വരാം, വരാം. ഈ വന്ന കുട്ടി അളകനന്ദ ബാംഗ്ലൂർ IIT നിന്നും M.Tech കഴിഞ്ഞ കുട്ടിയാ. ഇന്ത്യയിലെ ഹൈ സ്കോളർ. ഒരു ബ്രിട്ടീഷ് കമ്പനി ക്യാമ്പസ് സെലക്ഷനിൽ 2 കോടി രൂപ പ്രതിപക്ഷ ശമ്പളവും മറ്റാനുകൂല്യങ്ങളും നൽകി റിക്രൂട്ട് ചെയ്ത ബ്രില്യന്റ് സ്റ്റുഡന്റ്. ഞങ്ങള് ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ടതാ. കഴിഞ്ഞ 3 വർഷമായി നന്ദ എനിക്കറിയാം. കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് പ്രതിമാസം 1.5 ലക്ഷം രൂപയാ ശമ്പളം. പഠിച്ചിറങ്ങുന്ന ബ്രില്യന്റ് ആയ ഒരു IT സ്റ്റുഡന്റിന് അതിന്റെ ഇരട്ടി കിട്ടും. പിള്ളേർ കോടികളെന്ന് പറഞ്ഞ് നമ്മളെ വിരട്ടുക. എത്ര മെടുക്കായാലും എന്ത് കോടി ഉണ്ടായാലും അവനോട് പറഞ്ഞ് അവളെ എവിടുന്ന് ഒഴിവാക്കണം. അമ്മ എന്തായി പറയുന്നത്? എടാ, അവൻ വന്നുടനെ അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചടാ. അയ്യേ, ഒരടക്കോതുകോയില്ലാത്ത പെണ്ണ്. അത്രേ ഉള്ളോ? നിനക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലേ? പുതിയ കാലത്ത് അതൊന്നും ഒരു കാര്യമല്ലേ. അവർ വിഷ് ചെയ്തായിരിക്കും. ഉമ്മ വെച്ചോ? എന്റെ അമ്മയെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു മുറി താമസിക്കും, ഒന്നിച്ച് കിടന്നുറങ്ങും. അതൊക്കെ നല്ല സൗഹൃദത്തിന്റെ ലക്ഷണത്തിനപ്പുറം ഒന്നും കാണില്ല. അവൻ കെട്ടാൻ പോകുന്ന അമ്മയുടെ പേരക്കുട്ടി ശാലിനി. അവള് ഡൽഹി താമസിക്കുന്നത് എങ്ങനെയാ? ആണും പെണ്ണും ഒരുമിച്ച്. ഏയ്, പാടില്ല. ലോകം പുരോഗമിക്കണം. എന്നാലും ഇങ്ങനൊന്നും പുരോഗമിക്കണ്ട. കുട്ടികളുടെ വിവാഹം നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തണം. വീട്ടിൽ ഇരിക്കുന്നവർക്ക് ഒരു സമാധാനമൊക്കെ വേണ്ടേ? നീ എന്റെ പാവ അമ്മയെ പേടിപ്പിച്ചോല്ലേ? എടാ, ഒരു പെണ്ണിനെ ഉമ്മ വയ്ക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ നീ പ്രായമായ മനുഷ്യരെ കാണിച്ചോട്ട് വേണോ? അച്ഛനെന്തൊക്കെ കാട്ടിക്കൊടുക്കുന്നത്? എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കുക, നിന്റെ ഫാദർ എന്താ ശിലായുഗത്തിലാണോ ജീവിക്കുന്നതെന്ന? ചാണകവെള്ളം തെളിക്കുക, ശുദ്ധികലശം നടത്തുക. കേട്ട ഒന്നും സത്യമല്ല മോനെ. പക്ഷേ വിഷ്വൽസ് കള്ളം പറയും. എന്ത് വിഷ്വൽസ്? ചാണകവെള്ളം തെളിക്കുന്നത് ഗംഗാജലമായിരുന്നു. സ്കൂൾ ഓഫ് ഭഗവത്ഗീത സംഘടിപ്പിച്ച കൈലാസ യാത്രയിൽ ഞാനും പങ്കെടുത്തിരുന്നല്ലോ. അന്ന് കൊണ്ടുവന്നിരുന്ന ഗംഗാജലമാ. ആരോ എന്നെ ചതിച്ചതാ. എന്താ ഇനി പരിഹാരം? ആലോചിക്കണം. നീ എയർപോർട്ടിൽ പോയി നിരുപമയും കോമഡിയും റിസീവ് ചെയ്തുകൊണ്ട് വരണം. അവര് നിന്റെ വിവാഹ തീയതി നിശ്ചയിച്ചിട്ടാ വരുന്നത്. അച്ഛാ, ഈ അളകനന്ദ ആരാണെന്ന് മനസ്സിലായോ? നീ പറഞ്ഞല്ലോ. പറയാത്തൊരു കാര്യമുണ്ട്. അതെന്താ പറയാത്ത കാര്യം? അളകനന്ദ ഞാൻ വിവാഹം ചെയ്ത കുട്ടിയാ. തമാശ പറയുന്നതിന് ഒരു നേരവും കാലമൊക്കെ ഉണ്ട്. മനുഷ്യൻ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു തമാശ. തമാശയല്ല അച്ഛാ, സത്യം. അച്ഛനാണ് സത്യം. നോ, ഞാൻ സമ്മതിക്കില്ല. നോ, ഈ സത്യം അച്ഛൻ വിശ്വസിക്കണം, അത് അംഗീകരിക്കണം. നന്ദയെ ഞാൻ കല്യാണം കഴിച്ചു.
എന്തായി കേൾക്കുന്നത്? ഞാനെങ്ങനെ ഈ സത്യവുമായിട്ട് എന്റെ പെങ്ങളോട്, എന്റെ അമ്മയോട്? മുനി, നീ സത്യമാണച്ചാ? ചിറകൊന്നു മുറ്റിയാൽ ചിത്രവർണ്ണ കിളി ചിത്തിരക്കൂട്ടിലിരിക്കുകില്ല. ചിറകൊന്നു മുറ്റിയാൽ ചിത്രവർണ്ണ കിളി ചിത്തിരക്കൂട്ടിലിരിക്കുകില്ല. പൊന്നിൻ പ്രതീക്ഷകൾക്കപ്പുറമുള്ളൊരു പൊള്ളുന്ന പരമാർത്ഥം ജീവിതം. എന്റെ ഭാര്യ നന്ദ, ചാളക നന്ദ ഇപ്പൊ എന്റെ ഭാര്യ. നനയ്ക്കുന്നതൊക്കെയും ഭവിക്കുകില്ല, നിഴൽ പോലും എപ്പോഴും തുണയ്ക്കുകില്ല.